നമ്മുടെ പാപ്പുവിൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ഞാനവിടെ ഇല്ലായിരുന്നു. ഹരിത എനിക്ക് കിട്ടുന്ന വിഷ്വൽസ് ആട്ടോ. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തതാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവൾ എൻ്റെ കൂട്ടത്തിലൂടെ വന്നിട്ട് തിരിച്ചു പോയതാട്ടോ. അപ്പം എൻ്റെ മോൾക്ക് ഞാൻ 1000 ജന്മദിനാശംസകൾ പറയാണ്. പിന്നെ ഇന്ന് കുറച്ച് വേറെ പരിപാടികളുണ്ടായിരുന്നു. അന്ന് ബഡാ ബസാർ വരെ ഒന്ന് പോകണം, കുട്ടികൾക്കുള്ള സാധനങ്ങൾ സ്കൂൾ തുറന്നല്ലോ വാങ്ങണം. അങ്ങനെ രാവിലെ ഗോതമ്പ് കൂട്ടും ഏത്തപ്പഴമൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികളും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അമ്മ വരുന്നുണ്ടായിരുന്നില്ല. എല്ലാം വെച്ചിട്ട് ഞാനും പിള്ളേരും കൂടെ ഇറങ്ങി കേട്ടോ. കാര്യം ചക്കു വരുന്നില്ല കൊല്ലത്തേക്ക്, വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പറഞ്ഞു, അമ്മാമ്മയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങോട്ട് വന്ന വഴി വീട്ടിലിറങ്ങി അവളെ അവിടെ ആക്കി. അപ്പം അമ്മ ദാണ്ടെ പയർ ഇഷ്ടം പോലെ പിടിച്ച് കിടക്കുന്നു. എന്നോട് പറഞ്ഞു നീ ഒന്ന് നോക്കിയിട്ട് പോകണേന്ന്. അപ്പോൾ ഞാൻ ചെന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കഴിഞ്ഞവണ വന്ന് നോക്കിയപ്പം ഞാൻ വിളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് പറിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ ആവാനുണ്ട്. 2 എണ്ണവും കൂടെ ആ ചീനിക്കമ്പ് നട്ടതിൻ്റെ ഇടയിൽ പോയേക്കാണ്. ഞാൻ പറയായിരുന്നു അവിടെല്ലാം തട്ടിക്കളയാതെ മര്യാദയ്ക്ക് ഇനി പോരാൻ. അപ്പോൾ പയ്യെ ഇനി പോരുന്ന രക്ഷകൾ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, അമ്മ നട്ടു വെക്കുന്ന എല്ലാം ചെന്നാലും പാക്കും 2ഉം കൂടെ. എന്നിട്ട് ചക്കുനെ അവിടെ ആക്കിയിട്ട് ഞാനും അതും കൂടെ പയ്യെ കൊല്ലത്തേക്ക് തിരിച്ചു. ഞങ്ങളുടെ കാവാണ് കേട്ടോ. ഈ കാവിനകത്തൂടെ കയറിയിട്ടാണ്. കാവെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രം. അപ്പോൾ ഇതിനകത്തൂടെ വേണം നമ്മൾ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കാവിൻ്റെ അകത്തെ വൃക്ഷങ്ങളും ഒക്കെ തിങ്ങി നിൽക്കുന്നൊരു കാവായത് കേട്ടോ. പകൽ സമയത്ത് പോലും നല്ല ഇരുട്ടാണ്, അതിനുള്ളിലൊന്നും കയറാനൊന്നും പറ്റില്ല. പിന്നെ വള്ളി ഇങ്ങനെ ഞാൻ കിടക്കുന്ന കാരണം കുട്ടികളൊക്കെ വന്ന് ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യും. അടുത്ത് 2 സ്കൂളുണ്ട്, NSS ഉണ്ട്, പിന്നെ അതിനൊക്കെ തന്നെ ഗവൺമെൻറ് സ്കൂൾ അടുത്തുണ്ട്, ഹൈസ്കൂൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ കുട്ടികൾ വന്ന് ഉച്ചയ്ക്ക് ഇവിടെ കളിയാണ്. അപ്പോൾ ഞങ്ങൾ പയ്യെ കൊല്ലത്തേക്ക് തിരിച്ചു. കൊല്ലത്ത് വന്നിട്ട് പിന്നെ ഒരു ഓട്ടോ വിളിച്ച് ഇവിടെ ബസാറിലേക്ക് വരായിരുന്നു. വളരെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിലും നല്ല തിരക്കുണ്ടായിരുന്നു. ബില്ലിംഗ് സെക്ഷനിലൊക്കെ നമ്മൾ ക്യൂ നിന്നിട്ടാണ് കയറിയത്. അങ്ങനെ അത്യാവശ്യം നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ. അവിടുന്ന് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ വെളിയിൽ വന്നിട്ടൊരു നാരങ്ങ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ വീട്ടിലെത്തി. ഇതാണ് ബാഗ് വാങ്ങിയത്. 500 സംതിങ് ഒരു ബാഗിൻ്റെ വില. പിന്നെ 199 രൂപ ഈ ബോട്ടിൽ കേട്ടോ. അതണക്ക് തന്നെ ടിഫിൻ ബോക്സ് മറ്റേ സ്റ്റീലിൻ്റെ 175, മറ്റേത് 90 ഉള്ളൂ. പിന്നെ ഈ ഒരു പെൻസിൽ ബോക്സ് 70 രൂപ. പിന്നെ ഇതാണ്ട് ഇൻസ്റ്റമെൻറ്റ് ബോക്സ് 100 രൂപ. ഈ പേന ഫ്രീ കിട്ടിയത് കേട്ടോ. ബുക്ക് 5 എണ്ണം എടുത്താൽ 5 എണ്ണം ഫ്രീ ആണ്. സംഭവം കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമായി കേട്ടോ. ഇതെല്ലാം പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു ബഡാ ബസാറിൽ. നമ്മൾ ബില്ലിംഗ് സെക്ഷനിലൊക്കെ ഭയങ്കര ക്യൂ നിന്നിട്ടൊക്കെയാണ് നമ്മൾ നിന്നത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ലാഭത്തിൽ കിട്ടുന്നുണ്ട് സാധനം. ക്വാളിറ്റി വൈസും വലിയ പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.